ഹലോ, എല്ലാവർക്കും എൻ്റെ വക ഒരു അടിപൊളി ഹാപ്പി ഓണം നേർന്നുകൊള്ളുന്നു. ഇന്ന് നമ്മൾ ഒബ്വിയസ്ലി ഓണം സെലിബ്രേറ്റ് ചെയ്യാനാണ് പോകുന്നത്. ഇതൊരു അസോസിയേഷൻ്റെ ഓണം സെലിബ്രേഷനൊന്നും അല്ല. ഇത് നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സ് മാത്രം ചേർന്നിട്ടുള്ള ഓണമാണ്. പൂക്കളത്തിൽ നിന്ന് തന്നെയാണ് നമ്മൾ തുടങ്ങിയത് പരിപാടികളൊക്കെ. ശരിക്കും ഇവരിങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ എനിക്കൊരു സ്കൂൾ വൈബാണ് തോന്നുന്നത്. നമ്മൾ സ്കൂളിലൊക്കെ ഇങ്ങനെ അത്തപ്പൂക്കളൊക്കെ ആയിരിക്കുമ്പോൾ കുറേ പേരിങ്ങനെ മേശപ്പുറത്ത് കയറിയിരിക്കത്തില്ല, അത്. അപ്പം ലൂക്കായുടെ ആദ്യത്തെ അല്ല രണ്ടാമത്തെ ഓണമാണ്. ആദ്യത്തെ ഓണത്തിന് എനിക്ക് തോന്നുന്നു അവന് 2 മാസം എന്താ പ്രായം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ശരിക്കും ഇതാണ് ലൂക്കായുടെ ഫസ്റ്റ് ഓണം സെലിബ്രേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത് നമ്മളൊരു കമ്മ്യൂണിറ്റി ഹാൾ എടുത്തിട്ടാണ് ഈ ഒരു പ്രോഗ്രാം നടത്തുന്നത്. അപ്പം ഓണത്തിന് അല്ലെങ്കിൽ ക്രിസ്മസിനൊക്കെ നമ്മൾ വളരെ നേരത്തെ ബുക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഹാളൊന്നും കിട്ടില്ല. കാര്യം ഒബ്വിയസ്ലി ഒത്തിരി മലയാളീസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം നമ്മുടെ തിരുവാതിര കളിയോടുകൂടിയാണ് നമ്മുടെ പരിപാടികൾ. തിരുവാതിരകൾ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് ഇനി കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഇത്രയും കലാകാരന്മാർ ശരിക്കും പറഞ്ഞാൽ ഈ ഗ്രൂപ്പിലുണ്ടെന്ന് ഞാൻ റിയലൈസ് ചെയ്യുന്നത് ഇന്നാണ്. കുറേ പേര് പാട്ട് പാടും ഡാൻസ് കളിക്കുന്നതൊക്കെ അറിയാം, പക്ഷേ ഇത്രയും പാട്ടുകാരന്മാരുണ്ടായിരുന്നു. സത്യത്തിൽ ഒരു തിരിച്ചറിവ് കിട്ടിയത് എനിക്ക് തോന്നുന്നു എനിക്ക് മാത്രമല്ല എല്ലാവർക്കും അത് തോന്നിയിട്ടുണ്ടാവും. കാര്യം ശരിക്കും ഒരു ട്രൂപ്പ് തുടങ്ങാനുള്ള അത്രയും ആൾക്കാരുണ്ട് ഇതിനകത്ത് പാട്ട് പാടുന്നതായിട്ട്. എല്ലാവരും നല്ല അടിപൊളിയായിട്ടാണ് പാട്ട് പാടിയത്. അപ്പം എന്താ പറയുക, എല്ലാവരും എങ്ങനെ ഇന്നത്തെ ദിവസം കളറാക്കാം എന്നുള്ളതായിരുന്നല്ലോ മെയിൻ അജണ്ട. അപ്പം അത് വളരെ നന്നായിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു കമ്മ്യൂണിറ്റി ഹാളൊക്കെ എടുക്കുമ്പോൾ ഒരു ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു നിശ്ചിത സമയ പരിമിതി ഉണ്ടായിരിക്കും ഈ കാര്യങ്ങളെല്ലാം എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് എന്തെങ്കിലും കലാപരിപാടി ഉണ്ടെങ്കിൽ അത് നടത്തണം, ഇപ്പം നമുക്ക് ഫുഡ് ഉണ്ടെങ്കിൽ അത് സെർവ് ചെയ്യണം, ഗെയിംസ്, അങ്ങനെ എന്തുണ്ടെങ്കിലും അവർ തരുന്ന ഒരു ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 3 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 4 മണിക്കൂർ 5 മണിക്കൂർ അങ്ങനെ ഒരു ടൈമായിരിക്കും. അപ്പോൾ നമ്മൾ അതിനുള്ളിൽ ഇതെല്ലാം തീർക്കണം എന്നുള്ളത് മാത്രമാണ് എനിക്കിതിൻ്റെ ഒരു പോരായ്മയല്ല, ആ ഒരു ഇത്. ഓക്കെ, അപ്പം നമ്മൾ ഓരോ മണിക്കൂറിനാണ് ക്യാഷ് പേ ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ഒത്തിരി സമയം പാഴാക്കാതെ സദ്യയിലേക്കാണ് അടുത്തത് കടന്നത്. അപ്പോൾ ശരിക്കും ഈ ഒരു പരിപാടിയുടെ ഒരു സത്ത് അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയൊരു എൻജോയ്മെൻറ്റ് ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഈ എല്ലാവരുടെയും ഉള്ളൊരു ഇൻവോൾവ്മെൻറ്റ് തന്നെയാണ്. പൊതുവേ നമ്മൾ പരിപാടിയൊക്കെ നടത്തുമ്പോഴത്തേക്കും ഏതെങ്കിലും ഒരു കാറ്ററിംഗ് സർവീസിനെയൊക്കെ കോൺടാക്ട് ചെയ്തിട്ട് എന്തെങ്കിലും ഫുഡ് ഓർഡർ ചെയ്യുകയാണ്. കാര്യം നമ്മൾ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ വയ്ക്കുമ്പോഴത്തേക്കും ബാക്കിയുള്ളൊരു ഈ ഫുഡ് ഉണ്ടാക്കുന്ന ആൾക്കാർ അടുക്കളയിലായി പോകരുതല്ലോ. അങ്ങതും പിന്നെ ടേസ്റ്റുള്ള ഫുഡ് കിട്ടാനും അങ്ങനെയും പറയാം. അപ്പം ഈ ഓണത്തിന് മാത്രം ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവർ തന്നെ ഓരോ കറി ഉണ്ടാക്കിക്കൊണ്ട് വരിക എന്നുള്ളതാണ്. ഓരോരുത്തർക്കും പറ്റുന്നത് അത് ഒന്നല്ല, ചിലപ്പോൾ ഒന്നിലധികം ചെറിയ പപ്പടം, കായ വറുത്തതൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒന്നിലധികം സാധനങ്ങളൊക്കെ ഒരാൾ കൊണ്ടുവരും അങ്ങനെ. പക്ഷേ അതിനൊരു പ്രത്യേക ടേസ്റ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാര്യം അതിലെല്ലാവരും ഇൻവോൾവ്ഡ് ആയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് അത് ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക രുചി തന്നെയാണ്. എസ്പെഷ്യലി ഞങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൻ്റെ തെക്കുള്ള ആൾക്കാരുണ്ട്, വടക്കുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ തെക്കും വടക്കും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു സദ്യയാണെന്ന് പറയേണ്ടി വരും. അത് ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ തന്നെ ഉണ്ടാക്കി നമ്മൾ തന്നെ വിളമ്പി ശരിക്കും എന്താ പറയുക, നമ്മുടെ സദ്യ. അപ്പോൾ ഇതിൽ മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ, എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം ആൾക്കാർക്കും തന്നെ ഒരു കംപ്ലീറ്റ് സദ്യ ഇന്നുവരെ ഉണ്ടാക്കിയിട്ടില്ലാത്ത ആൾക്കാരും കൂടിയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഒരു വിഭവം ഒരു സദ്യയ്ക്ക് വിളമ്പുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ഹാപ്പിനെസ് തരുന്നൊരു ഫാക്ടർ തന്നെയാണ്. അപ്പോൾ ഞങ്ങളുടെ സദ്യയൊക്കെ എൻജോയ് ചെയ്തു, മാക്സിമം എൻജോയ് ചെയ്തു എന്ന് തന്നെ പറയാം. എല്ലാം നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. ഇത്രയും നന്നായിട്ട് കുക്ക് ചെയ്യുമെന്ന് പലരും തിരിച്ചറിയുന്നത് ഇപ്പോഴാണ്. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഗെയിംസാണ് മെയിൻ ഫാക്ടർ. ഓണത്തിന് പിന്നെ കുറച്ച് ഓണക്കളികളൊക്കെ ഇല്ലാതെ എന്താ അല്ലേ. അപ്പം ഇത് നമ്മുടെ പഴയ
സമ്മാനം കുലുക്കി നോക്കിയിട്ട് എന്താന്ന് പറയുന്ന പരിപാടിയാണ്. അപ്പോൾ ഞാനും റാണി ചേച്ചിയാണ് ഗെയിംസൊക്കെ മെയിനായിട്ട് കോർഡിനേറ്റ് ചെയ്തത്. ഓരോന്നിനും ഇപ്പോൾ സദ്യയ്ക്ക് ഒരു കൂട്ടം ആൾക്കാർ, പൂക്കളത്തിന് ഒരു കൂട്ടം ആൾക്കാർ, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓരോ ഗെയിംസായിട്ട് ഇവിടെ ചെയ്യുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഈ ഒരു സമ്മാനം കുലുക്കി നോക്കിയിട്ട് എന്താണെന്ന് ഗസ് ചെയ്യുന്ന പരിപാടിയാണ്. അതിന് വേണ്ടിയിട്ട് കുറേ ക്ലൂസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ജെറിയും ഹേമന്തും ഈശ്വരും എല്ലാവരും അതിങ്ങനെ കുലുക്കി നോക്കിയിട്ട് എന്താണെന്ന് കണ്ടുപിടിക്കാൻ നോക്കുകയാണ്. അപ്പോൾ അവിടെ ആ ഒരു ടൈമിൽ നമ്മുടെ കസേരകളി പിന്നെ ഓരോ ഗെയിംസ് ഉണ്ടല്ലോ അതെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഭയങ്കര ആക്റ്റീവായിട്ട് ആണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളത്. അത് ഞാൻ എടുത്തു പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പലർക്കും ഡ്യൂട്ടി ആ ഒരു ദിവസം മാക്സിമം ആൾക്കാരും ഓഫ് റിക്വസ്റ്റൊക്കെ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ ഇപ്പം തന്നെ ഈ ഓടിക്കൊണ്ടിരിക്കുന്ന അർത്തനയൊക്കെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഉറങ്ങാതെയാണ് രാവിലെ ഈ റെഡിയായിട്ട് ഈ പരിപാടിക്ക് വന്നിട്ട് ഈ പാർട്ടിസിപ്പേഷനൊക്കെ ചെയ്തേക്കുന്നത്. അപ്പം ഡ്യൂട്ടിക്ക് പോയി ക്ഷീണമുണ്ട്, പിന്നെന്താ പോരാത്തതിന് പിന്നെ ഈ കുക്ക് ചെയ്ത സാധനങ്ങളും കൊണ്ടുവരണം. ഒബ്വിയസ്ലി ഇതൊക്കെ പച്ചക്കറി ആയതുകൊണ്ട് നേരത്തെ കുക്ക് ചെയ്ത് അങ്ങനെ വെക്കാൻ പറ്റില്ലല്ലോ. അപ്പം എല്ലാവരും നല്ല എഫേർട്ട് ഇട്ടിട്ട് തന്നെയാണ് ഈ ഒരു പരിപാടിക്ക് വന്നിട്ടുള്ളത്. പക്ഷേ അത് തന്നെയാണ് അതിനൊരു ഹാപ്പിനെസ്. നമുക്കൊരു ഒത്തൊരുമ ഉള്ള ഒരു പരിപാടികളൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര സന്തോഷം തരുന്നതാണല്ലോ അല്ലേ. പിന്നെ എല്ലാ പരിപാടിക്കും നമ്മൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേക വിഭാഗം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് സുന്ദരനും സുന്ദരിയും ഉണ്ട്. ആൺപിള്ളേർ സുന്ദരിക്കും പെൺകുട്ടികൾ സുന്ദരനുമാണ് പൊട്ട് തൊട്ടത്. അപ്പം ആ ബോർഡിൽ ബാക്കി എഴുതിയിട്ടേക്കുന്ന എല്ലാം ആ സമ്മാനം കുലുക്കി നോക്കിയിട്ട് എന്താണ് എന്നുള്ള ആൾക്കാരുടെ ഗസ്സസ്സാണ് എഴുതിയിട്ടേക്കുന്നത്. അതിപ്പോൾ നമുക്ക് ലാസ്റ്റ് അറിയാമായിരുന്നു എന്താണെന്ന്. അപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് ചിയർ ചെയ്തിട്ടുണ്ട്. എല്ലാവരും നമ്മുടെ ലൂക്കാപ്പി ഉൾപ്പെടെ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് എല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. അവൻ കരയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവനും എല്ലാം നന്നായിട്ട് എൻജോയ് ചെയ്തെന്നാണ് തോന്നുന്നത്. അപ്പം എല്ലാവർക്കും ഇന്ന് ഭയങ്കരമായിട്ട് ഓണം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ കാര്യം തന്നെയാണ്. കാര്യം എസ്പെഷ്യലി ഇപ്പം നമ്മളാരും നാട്ടിലല്ല. അപ്പോൾ നമുക്ക് ഫാമിലിയോട് സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് എല്ലാവർക്കും ഏറ്റവും വലിയ കാര്യം. പക്ഷേ അങ്ങനെ അല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാരുടെ കൂടി സെലിബ്രേറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ കസേരകളി, സുന്ദരിക്കും സുന്ദരനും പൊട്ടുതൊടൽ, ലെമൺ ആൻഡ് സ്പൂൺ, മിഠായി പറക്കൽ, അങ്ങനെയുള്ള എല്ലാ പരിപാടിയും ഉണ്ടായിരുന്നു. പിന്നെ അവസാനം ഞങ്ങൾ ഈ ഒരു സാരി ചുറ്റൽ മത്സരമാണ് വെച്ചത്. എനിക്ക് തോന്നുന്നു അതിൽ ജയിച്ചത് ജെറിയും പിന്നെ ആരായിരുന്നു വരുണുമാണ്. അവർ ഭയങ്കര അടിപൊളിയായിട്ട് സാരി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈശ്വറിനും സെക്കൻഡ് പ്രൈസ് കിട്ടി. കാരണം നമുക്ക് ആർക്കാണ് കൊടുക്കുന്നതെന്ന് കൺഫ്യൂഷനായിപ്പോയി. പിന്നെ ചെറിയൊരു സമ്മാനദാനമൊക്കെ ഉണ്ടായിരുന്നു. ജയിച്ച എല്ലാവർക്കും കുഞ്ഞു കുഞ്ഞു സമ്മാനമൊക്കെ കൊടുത്തു. പിന്നെ ഈ ഒരു കമ്മ്യൂണിറ്റി ഹാൾ നമ്മൾ എടുക്കുന്നതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെയാണോ അത് നമ്മൾ വാങ്ങിച്ചത് അതുപോലെ ക്ലീൻ ചെയ്ത് തിരിച്ചു കൊടുക്കണം. ഇപ്പം നമ്മൾ കസേരകളെല്ലാം അറേഞ്ച് ചെയ്തു, മേശയെല്ലാം അറേഞ്ച് ചെയ്തു. ഇനി അവിടെ എന്തെങ്കിലും എക്സ്ട്രാ വേസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ വീട്ടിൽ കൊണ്ടുപോകണം, അല്ലാണ്ട് അവിടെ ഇടാൻ പാടില്ല. ശരിക്കും എനിക്കിത് നല്ലൊരു കാര്യമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്കോ?